അപ്പോഴേ ഇന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? വാ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും പേസ്റ്റ് ആക്കുന്നില്ല, ക്രഷ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക്, നമുക്ക് ഇഷ്ടമുള്ള മസാല, അതായത് ഒരുപാട് സ്പൈസസ് വേണ്ട. നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് എരിവിലൊക്കെ, ഇത് കുറച്ചൊരു മധുരവും കൂടി ഉള്ളൊരു റെസിപ്പിയാണല്ലോ. അപ്പം ഞാനിവിടെ മസാല ചേർക്കുന്നുണ്ട്. ഇതുപോലെ 2-3 വറ്റൽ മുളകും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. വേറെ പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴറ്റാൻ വേണ്ടി മാത്രമേ ഇടണുള്ളൂ. അപ്പോൾ ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി, ബ്രസ്റ്റ് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ബോൺസ് ഇല്ല. അപ്പം അത് അങ്ങനത്തെ എടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ മൈദാമാവ്, പിന്നെ കുറച്ച് സോയാ സോസ്, ഇത്രയും കൂടി ഒന്ന് ഒഴിക്കുക. സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് അങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലതായിട്ടൊന്ന് അതിലേക്കൊന്ന് പിടിക്കും എല്ലാം കൂടി. ടൈമില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആക്കി മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അറിയാലോ, ഇങ്ങനത്തെ ഡിഷിനൊക്കെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുകയാണ് പീസസൊക്കെ. അപ്പോൾ അങ്ങനെ ഇതിലൊരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണല്ലോ ചില്ലി ചിക്കൻ. ഈ പച്ചമുളകിൻ്റെ മാത്രം ഒരു എരിവാണ്. പക്ഷേ ഞാനിതിൽ കുറച്ച് മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു സ്പൈസി ലെവലാണിത്. അങ്ങനെ അത്രയ്ക്ക് സ്പൈസ് വേണ്ടാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, മുളക് ഇടേണ്ട ആവശ്യമില്ല. ഈ ക്രഷ് ചെയ്യുമ്പോൾ സമയത്ത് ഈ ചില്ലി മാത്രം, അതായത് നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് പീസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാം ഒരു 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ വറുത്തെടുത്തിട്ടിരിക്കുന്നത്. ഒറ്റ പ്രാവശ്യം കൊണ്ടെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പം 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇവിടെ സംഭവം തീരുന്നുണ്ട്. കുട്ടികളൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. ഒരു വശത്തുകൂടി ഞാൻ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു വശത്തുകൂടി പിള്ളേർ വന്നിട്ട് അകത്താക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫൈനലി അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് തൈരും കൂടി, ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, നല്ല ജ്യൂസി ആവും. നമ്മൾ കഴിക്കണ സമയത്ത് അകത്ത് നല്ല ഇങ്ങനെ വറുക്കുമ്പോഴും ഡ്രൈ ആയി പോകത്തില്ല. അതിൻ്റെ ഉൾവശം നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ തൈര് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും. അതൊരു ടിപ്പാട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഇതിൽ കളറൊന്നും ആഡ് ചെയ്യണില്ല. കളറൊക്കെ ആഡ് ചെയ്യണവരുണ്ട് ഇങ്ങനെ വറുക്കണതിന് മുൻപായിട്ട്. ഇനി ആ വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വഴറ്റുന്നത്, അത് മാറ്റണില്ല. ആ എണ്ണയിൽ തന്നെ നമ്മൾ വീണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ജസ്റ്റ് ചതച്ചിട്ടില്ല, ക്രഷ് ചെയ്യാതെ വെറുതെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം.
ഫ്ലെയിം ഒത്തിരി ലോ ആക്കാനും പാടില്ല, ഒരുപാട് ഹൈ ആക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളതാണേ. അതും പിന്നെ ഒരു 2 ചില്ലി, അതായത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം. നമ്മൾ നേരത്തെ മുളക് പൊടി ആഡ് ചെയ്തത് മറ്റേ ചുമന്ന മുളക് ആഡ് ചെയ്തത് കൊണ്ട് അതിൻ്റെ എരിവൊന്ന് നോക്കിയിട്ട് ഒരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാ നോൺ വെജ് വെക്കണ പോലെ ഒന്നും ഒരുപാടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാം. പച്ചക്കറികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുള്ളത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു ക്യാപ്സിക്കാണ് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഭാഗം ഇപ്പം ചേർത്ത് കൊടുക്കുക. പിന്നെ പകുതി ഭാഗം നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വഴറ്റി പോവരുത്. അതിന് മുൻപായിട്ട് തന്നെ ഇനി നമുക്ക് സോസുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയും ക്യാപ്സിക്കം എന്നൊക്കെ ഒത്തിരി അങ്ങ് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അങ്ങ് അലിഞ്ഞു പോകും, കാണാൻ പോലും കിട്ടില്ല. അപ്പം അതിന് മുൻപായിട്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രം ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളത്. ടൊമാറ്റോ കെച്ചപ്പൊക്കെ വളരെ കുറച്ച് മതി. ഒരു മധുരം ഉള്ളതുകൊണ്ട് അതും കുറച്ച് മതി. പിന്നെ ചില്ലി സോസും ആവശ്യത്തിന് മാത്രം, അതായത് എരിവിന് മാത്രം നോക്കിയിട്ട്. ചില്ലി സോസിനൊക്കെ നല്ല എരിവുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ് ഒന്ന് കളർഫുൾ ആവണത്. ആ സോയാ സോസൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് കളറായി വരും. ഇത് എല്ലാം കൂടി ഒരു ഡാർക്ക് കളറായി വരും. എന്നിട്ട് ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുക്കുക. കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും ഈ സോസൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് തിക്കാവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല, ഓപ്ഷണലാണേ. വേണമെങ്കിൽ മാത്രം ചെയ്യാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്യാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. വേണ്ട എന്നുള്ളവർക്ക് വേണ്ട. ഇത് തന്നെ ഈ സോസ് തന്നെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ചെറിയൊരു തിക്കാവും. അപ്പോൾ കുറച്ചുകൂടി തിക്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കോൺഫ്ലവറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് കുക്കാവണം. ഈ കോൺഫ്ലവറിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. ഇല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് നമ്മൾ പീസസൊക്കെ ഇട്ട് കഴിയുകയാണെങ്കിൽ ഒരു പച്ച ചെവ ഉണ്ടാവും കോൺഫ്ലവറിൻ്റെ. അത് കാരണം അതുകൂടെ ഒന്ന് നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം മാത്രം പീസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന പീസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ബ്ലാ ആകുന്നുണ്ടേ, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോയി. അപ്പം കുറച്ചുകൂടി ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പിഴകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഫൈനലി റെഡിയായി വരണു. അങ്ങനെ ഒന്ന് തിളച്ചെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്യുക. ഇനി തിളപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇത് ഒരു കടിക്കാൻ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും പോലും ടൈം ആവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.